ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര രേഖകൾ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ക്ലാസ് 7 ചാപ്റ്റർ 1 പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ. ഇത് ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം കുറച്ച് പേര് ഇതിൻ്റെ ബാക്കി കൂടി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ ഒന്നുകൂടി എടുക്കുന്നത് കേട്ടോ. ഇത് ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ട് ഞാൻ പറയാം. എന്താണ് ഈ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ ലൈൻസ് വിച്ച് ആർ at the same distance everywhere and do not meet anywhere are called parallel lines. അതായത് ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡിൽ പറയുകയാണ്, കാരണം നമുക്ക് കുറച്ചുകൂടെ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് സ്പീഡിൽ പറയാം. ഇത് നേരത്തെ എൻ്റെ ഫസ്റ്റ് ലിങ്ക് കണ്ടവർക്ക് ഞാൻ സമാധാനത്തെ പെതുക്കെ പറയുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ എടുക്കണമുണ്ട് കേട്ടോ, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പാരലൽ ലൈൻസിലെ സമാന്തര വരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരേ അകലം പാലിക്കുന്ന, ഈ അകലം എന്നുദ്ദേശിക്കുന്നത് ദാണ്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടോ? സ്കെയിൽ വെച്ച് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഇവിടെ എത്രയാണോ, ഇവിടെ നോക്കിക്കേ 2 ആണ്. അപ്പോൾ ഇവിടെയും എവിടെ വെച്ച് നമ്മൾ അളന്നാലും എന്ത് വരണം? 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് ഇടയ്ക്ക് എന്ത് വരണം? ഒരേ അകലമായിരിക്കണം. പക്ഷേ ഈ പോകുന്ന ലൈൻ ഒരു കാരണവശാലും അവർ തങ്ങളിൽ കൂട്ടിമുട്ടാനും പാടില്ല. കൂട്ടിമുട്ടാതെ ഇരിക്കുന്ന വരകളെ പറയുന്ന പേരാണ് കുഞ്ഞുങ്ങളെ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. ദാണ്ട് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, 2 ലൈനാണ്. അതിൻ്റെ ഇടയ്ക്കലത്തെ മെഷർ നോക്കുക. ഇവ രണ്ടും ഒരേ മെഷറിലാണെന്നുണ്ടെങ്കിലും പിന്നെന്താണ്? അവ തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടാതെയും വരുന്നതിനെ എന്ത് പറയുന്നത്? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളോട് പറയുന്നുണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് പാരലൽ ലൈൻസ് ആണോ നിങ്ങളോട് ചോദിക്കുന്നതാ? ആണോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, ഇത് 2 ഒരേ അകലമാണോ? അല്ല. ഇവിടെ വീതി കൂടുതലും ഇവിടെ കുറഞ്ഞു വരികയാണ്. അതിൻ്റെ അർത്ഥം ഈ വരയും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കൂട്ടിമുട്ടുന്നുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇതൊരു പാരലൽ ലൈൻസ് അല്ല എന്നാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, സമയപരിധി കൊണ്ട് ഞാൻ സ്പീഡിൽ എടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാഠത്തിൻ്റെ മെയിൻ ഭാഗത്തോട്ട് പോകാം. നമ്മുടെ പാഠത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ലീനിയർ പെയർ. എന്താ കുഞ്ഞുങ്ങളെ? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. മലയാളം മീഡിയക്കാർ, ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോ. രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്നാൽ എന്ത്? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഒരു ലൈൻ, ആ ലൈനെ മുറിച്ച് കൊണ്ട് കണ്ടോ, നേരെ മുറിച്ച് കൊണ്ടൊരു ലൈൻ. ഇതിൻ്റെ മെഷർ നമ്മൾ പൊട്രാക്ടർ എടുത്ത് വരയ്ക്കത്തില്ലേ? ഇതിൻ്റെ മെഷർ എപ്പോഴും രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ ലീനിയർ പെയർ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 മെഷറുടെ ഉദാഹരണം പറയുകയാണ്. ഇവിടെ നമുക്ക് 60 ഡിഗ്രിയാണ് തന്നേക്കുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനൊരു പേര് കൊടുക്കാം. നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. AB കേട്ടോ. ഇതിൻ്റെ C ഇവിടെ നമുക്ക് O എന്നും കൊടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും വിളിച്ചോ. എന്താണ്? COB. പടം കണ്ടായിരുന്നോ? പടം നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ മനസ്സിലാക്കണം. ഇവിടെ എന്താണ്? COB എന്ന് പറയുന്ന 60 ആണെങ്കിൽ COA എത്രയാ കുഞ്ഞുങ്ങളെ എന്ന് കണ്ടുപിടിക്കുക. എപ്പോഴും ഓർത്തോണം, ഇങ്ങനെ വരുന്ന പടമാണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. ഇതിൻ്റെ മെഷർ എപ്പോഴും 180 ആയിരിക്കണം. അപ്പോൾ ഒരു വശം എന്തായാലും നമുക്ക് തരും കേട്ടോ. ഒന്നുകിൽ ഈ വശമായിരിക്കും അല്ലെങ്കിൽ ഈ വശമായിരിക്കും. തന്നിരിക്കുന്ന വശം 180 നിന്നും അല്ലെങ്കിൽ 180 നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ മറുവശത്തെ കിട്ടും. 180 നിന്നും 60 പോലെ എത്ര കുഞ്ഞുങ്ങളെ? എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, ഇവിടെ ഞാനതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒക്കെ XY Z, ഇവിടെ നമ്മൾ ഓന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു XOZ എന്ന് പറയുന്നത് ഞാനൊരു 20 ഡിഗ്രി എന്ന് ഏകദേശം ചുമ്മാ നമുക്ക് പറയുമോ? അപ്പോൾ ട്രാക്ടർ വെച്ച് മെഷർ ചെയ്തൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരു 20 ഡിഗ്രി ആണെന്ന് പറയുന്നെങ്കിൽ ഇവിടെ എത്ര ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഒന്നും ആലോചിക്കേണ്ട. ഞാൻ ലീനിയർ പെയർ ആണോ? ആണല്ലോ. ലീനിയർ പെയർ ആണെങ്കിൽ അവിടെ 180 ആണ്. 180 നിന്നും തന്നിരിക്കുന്ന മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. 180 നിന്നും 20 പോയാൽ എത്ര? 160 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. പ്രധാനപ്പെട്ട മാത്രം പറയുകയാണ്. നിങ്ങളിത് മാത്രം ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കുറച്ചുകൂടെ പഠിക്കുന്നെങ്കിൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. വിചാരിച്ച് ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ എന്നെയും കൊണ്ടാവുന്നെങ്കിൽ അത്രയും ആയിക്കോട്ടെ കേട്ടോ. നോക്കൂ നിങ്ങളെ, പാരലൈനാണ്. പാരലൈൻ എന്ന പാഠത്തിനകത്തിലെ ലീനിയർ പെയറാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് കേട്ടാലേ ഓർത്തോണം 180 ഡിഗ്രിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തരും കുഞ്ഞുങ്ങളെ. ആ സൈഡ് 180 നിന്ന് മൈനസ് കിട്ടിയാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് കിട്ടാൻ പറ്റും. നോക്കിക്കേ, അടുത്ത്
ഒരു ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുക. നോക്കി, ഇൻ്റർസെക്റ്റ് എന്ന് വെച്ചാൽ മുറിച്ചു മാറ്റിയിരിക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ ഒരു 60 ഡിഗ്രി നമുക്ക് തന്നെന്ന് വെച്ചു. 60 ഡിഗ്രി എന്നാൽ ബാക്കിയുള്ള വശങ്ങൾ, അതായത് ഒരു നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ വരെ വരച്ചാൽ നമുക്കറിയാം. അതായത് നോക്കൂ നിങ്ങളെ, ഇവിടെ മറച്ചു വെച്ചേ, ഇത് നമ്മൾ പഠിച്ചു, എന്താ ലീനിയർ പെയർ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷേ നോക്കിയേ, പോട്ട് ബാക്കിയും കൂടെ വരച്ചേക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കിയോ നിങ്ങളെ. എപ്പോഴും ഓർത്തോണം, ഒരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നോക്കിയേ 4 ആംഗിളുകളായിട്ട് അതങ്ങ് മാറും അല്ലേ. ആംഗിൾ എന്നല്ലേ, 1 2 3 അല്ലേ. ഇവിടെ 1 2 3 4 ആംഗിളുകൾ വരുന്നുണ്ട് അല്ലേ. ആംഗിളുകൾ അല്ലേ. എന്താ ഇവിടെ നോക്കി 60 ആണെങ്കിൽ എപ്പോഴും ഓർത്തോണം, അതിൻ്റെ ഓപ്പോസിറ്റ് വശവും അത് തന്നെയായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് വശവും അത് തന്നെ. അതിലും മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീനിയർ പെയർ അല്ലേ കുഞ്ഞുങ്ങളെ, ഒരു വരയെ മുറിച്ച് വന്നിരിക്കുകയല്ലേ. മുമ്പേ ഞാൻ പറഞ്ഞത് എത്ര, 180 ആണ് അല്ലേ. ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180യിൽ നിന്നും 60 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ, 120 ആണ്. ഓക്കെ ആണോ, 120 ആണ്. ഇനി നിങ്ങൾ എപ്പോഴും ഓർക്കണം, എന്താ 6 നോക്കി, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നോക്കൂ നിങ്ങളെ, 60യുടെ ഓപ്പോസിറ്റ് എത്രയാണ്, 60 തന്നെയാണ്. 120യുടെ ഓപ്പോസിറ്റ് എത്ര, 120 ആണ്. എളുപ്പമല്ലേ ഈ കണക്ക്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് കണ്ടപ്പോൾ ഏകദേശ രൂപമെങ്കിലും പിടികിട്ടിയോ? എന്താണ്, ഇങ്ങനൊരു പടം തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് തരും കേട്ടോ. ഏതെങ്കിലും ഒരു വശം നമുക്ക് തരും. ഒന്നുകിൽ താഴെ മാത്രമായിരിക്കും. താഴെയാണെങ്കിലും എന്താണ് നോക്കിയേ, ഒരു ലൈനെ മുറിച്ച് വരച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് 180 ആണ്. ഈ 180 നിങ്ങൾ പിടിപിടിയേ ചെയ്യരുത്. 180യിൽ നിന്നും തന്നിരിക്കുന്നത് മൈനസ് ചെയ്യുക. തന്നിരിക്കുന്ന മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കിട്ടും. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വലുമായിരിക്കും. ഓക്കെ ആണോ നിങ്ങൾ? ഇത്രയും അതായത് ലീനിയർ പെയർ പഠിച്ചു. ലീനിയർ പെയറിൻ്റെ കേട്ടോ, ഒരു സൈഡ് മാത്രം വന്നാൽ എങ്ങനെയാണെന്ന് പഠിച്ചു, ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കേ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരിക, എന്തോ ചെയ്യും, പെട്ട് അല്ലേ. ഒന്നും പേടിക്കാൻ, നേരെ ഇരിക്കുകയാണോ, നേരെ ഇരിക്കുകയാണെങ്കിൽ അത് എന്താ പെർപെൻഡിക്കുലർ അല്ലെ, ലംബം അല്ലേ. അതിൻ്റെ അർത്ഥം അത് എത്ര കുഞ്ഞുങ്ങളെ, 90 ഡിഗ്രി എന്നാണ്. എന്താണ്, 90 ഡിഗ്രി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ 90 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര, 180 അല്ലേ നമ്മുടെ ലീനിയർ പെയർ. ഇവിടെ 90 ആണെങ്കിൽ എത്ര, ഇവിടെയും 90 ആണ്. ഓപ്പോസിറ്റ് എത്ര കുഞ്ഞുങ്ങളെ, 90 ആണ് അല്ലേ. എല്ലായിടവും 90 ആണ്. കണ്ടോ, നിങ്ങളെ എന്താ ബുദ്ധി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മാത്രം. കാരണം ഒരു മെഷറും തന്നിട്ടില്ല. ഒരു മെഷറും തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് പറഞ്ഞിരിക്കല്ലേ കുഞ്ഞുങ്ങളെ, ഒരു മെഷറും തന്നില്ല, നേരെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എന്താ കുഞ്ഞുങ്ങളെ, അതിൻ്റെ അർത്ഥം അത് 90 ഡിഗ്രി ആണെന്നാണ്. ഈ പേജ് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പേജ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം, കാരണം പാഠങ്ങളൊക്കെ തീരണ്ടായോ. ഇതിന് സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ടിട്ട് ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, നോക്കിക്കേ. അടുത്ത നോക്കൂ നിങ്ങളെ. ഇപ്പം നമ്മൾ ചെയ്ത രീതി വെച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ നോക്കിയേ, ഇതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഒന്നും ആലോചിക്കണ്ട, എന്നെ അങ്ങ് ഓർത്താൽ മതി. എന്താ, അതായത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ മുകളിൽ എപ്പോഴും എത്ര നിങ്ങളെ, 180 ആണ്. 180യിൽ ഒരു സൈഡ് നമുക്ക് തന്നു എത്ര, 70. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും, 110 ആയിരിക്കും. 110. 180ൽ നിന്ന് 70 കുറച്ചാൽ 110 ആണല്ലോ. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എഴുതി കൂടായോ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര, 70. ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 110. നമുക്ക് 4 സൈഡ് കിട്ടി. ഓക്കെ ആണോ നിങ്ങളെ? ഒരു സൈഡ് മാത്രം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നാൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, 70 തന്നിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം എന്താ, ഇതിൻ്റെ ഓപ്പോസിറ്റ് 70 ആയിരിക്കും. എന്താ, 180ൽ നിന്ന് 70 പോയാൽ ബാക്കി 110. ഇവിടെയും 110. എങ്ങനെയുണ്ട്, എളുപ്പമല്ലേ കുഞ്ഞുങ്ങൾ? അതിനൊക്കെ പേരും നാളും ഒക്കെ ഇട്ട് എഴുതുമ്പോൾ എന്തോ വലിയൊരു സംഭവം കിടക്കുന്നവരൊക്കെ നമുക്ക് തോന്നും. ഒന്നുമില്ല കേട്ടോ, നിസ്സാര കാര്യമാണ്. ഓക്കെ ആണോ? നോക്കിയോ നിങ്ങളെ. അടുത്ത അങ്ങനെയാണെങ്കിൽ നേരത്തെ നമുക്ക് 2 വര ഇട്ടാണ് തന്നത്, ഇപ്പോൾ എന്തോ 1 വരയേ ഉള്ളൂന്ന്. ഒന്നും പേടിക്കണ്ട, എന്തോ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേണ്ട, ഇവിടെ മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ ഒരു എത്ര, 80 നമുക്ക് തന്നെന്ന് വെച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ അത്രയും മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. 80 വെച്ച് നമ്മൾ ഈ 8 സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? അറിയാവുന്നവർക്ക് ഓക്കെ ആവും നിങ്ങളെ, അറിയാൻ വയ്യാത്തവർക്കും കൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താവും ഞങ്ങളെ, ഈ 80 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പുറത്ത് എത്ര വരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, ഈ കുട പോലെ ഇരിക്കുന്ന സാധനം എത്ര, 180 ആണ് അല്ലേ, 180. അപ്പോൾ 80 പോയി കഴിഞ്ഞാൽ എന്താ, 100. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്താ, ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആണ്. ഇനി നോക്കിക്കേ, ഈ സെയിം ഇത് തന്നെ ആയിരിക്കും ഇവിടെയും.
കേട്ടോ. സെയിം, കാരണം ഒരു മെഷർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ വേറെ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണേൽ മാറ്റാം അല്ലേ. പക്ഷേ എന്താ, ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ സെയിം എന്താ, നമുക്ക് ഇവിടെ എന്തായിരിക്കും 80, അതിൻ്റെ ഓപ്പോസിറ്റ് 80. അപ്പോൾ ഇവിടെ എത്ര, 100, ഇവിടെയും 100. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഈ രണ്ട് കണക്കും പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ നോക്കി പഠിക്കണേ കുഞ്ഞുങ്ങളെ. എളുപ്പമുള്ള ഇതാണ്. അതായത് സമാന്തരമായ രണ്ട് വരകളെ, അതായത് അതിന് മുമ്പേ ഒരു ഭാഗവും കൂടെ ഉണ്ട് കേട്ടോ. അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണ്ട് ലീനിയർ പെയർ പറഞ്ഞായിരുന്നു അല്ലേ. നേരെ ഇരിക്കുകയാണെങ്കിൽ അത് 90 ആണെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ഒരു സൈഡ് മാത്രമേ തന്നെങ്കിൽ അതിപ്പം നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് 4 ഒരു വരയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വശം മാത്രമേ തന്നുള്ളെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. തന്നെയുമല്ല 180 എന്താണ് തന്നിരിക്കുന്നത്, ഏത് സൈഡാണോ അതങ്ങ് കുറച്ചാൽ മതി. അതും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ഒരു വട്ടം ഒന്ന് നോക്കാമെങ്കിൽ സംഭവം പിടികിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ. അതായത് 2 വര ഇട്ടിട്ട് ഒരു വര പോവുക, ഇതിൻ്റെ ഒരു സൈഡ് മാത്രം, ഇവിടെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ 45 അല്ലേ. നോക്കിക്കേ 45. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് എത്രയായിരിക്കുമെന്ന് എന്താ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ അകം എത്ര നിൽക്കുന്നത്, അതിനൊരു എളുപ്പവഴിയുണ്ട്. എന്താ ഇവിടെയും നീട്ടി അങ്ങ് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെയും 40, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, വല്ല മനസ്സിലാവുന്നുണ്ടോ എന്തോ. വേണ്ട, നേരത്തെ നമ്മൾ പഠിച്ചങ്ങ് ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. ഇതിന് നേരെ അങ്ങ് വരച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾക്ക് ടെക്നിക്ക് പിടികിട്ടിയോ? എന്താണ് 45 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ, 45 ആയിരിക്കും അല്ലേ. ഇത് 45 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 45. ഈ 45 ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, എത്ര, 180 45 പോയാൽ, ഒന്ന് മാറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. 180 45 പോയാൽ എത്ര, 0 നിന്ന് 5 പോകത്തില്ല. ഇപ്പോൾ ഇവിടുന്ന് കടമെടുത്തു 10, 10 നിന്ന് 5 പോയാൽ 5, പിന്നെ 7, 7 നിന്ന് 4 പോയാൽ 3, 1 എത്ര കുഞ്ഞുങ്ങളെ, 135. അപ്പോൾ ഇവിടെ 135, ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 135, ഇവിടെ 135. നമ്മളോട് ഇസഡിൻ്റെ മെഷർ എത്രയാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. അകത്ത് എത്ര വന്നത്, 45. ഇപ്പോൾ സംഭവം പിടികിട്ടിയോ? ഇസഡ് ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ കുഞ്ഞുങ്ങളെ. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം, റഫായിട്ട് പെൻസിൽ വെച്ച് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നോക്കിയേ, നമുക്ക് മെഷർ കിട്ടും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സമയപരിധിയാണ്. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനൊരു പടം വരയ്ക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തിന് ടോപ്പ് റൈറ്റ്, ബോട്ടം റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ്, ബോട്ടം. ടോപ്പ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞേ, നമ്മൾ ടോപ്പ് എന്താ, ചുരിദാറിൻ്റെയൊക്കെ ടോപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ. ടോപ്പ് എന്ന് വെച്ചാൽ എന്താ, മുകളിലത്തെ അല്ലേ. ടോപ്പ് റൈറ്റ് എന്ന് വെച്ചാൽ മുകളിൽ വലതുഭാഗം, അതിൻ്റെ താഴെ എന്താ ബോട്ടം റൈറ്റ്, അതിൻ്റെ എന്താ അടിവശം അല്ലേ, അടിയിലെന്നർത്ഥം വരും റൈറ്റ്. ഇനി ടോപ്പ് റൈറ്റ്, ബോട്ടം റൈറ്റ്, ഇവിടെ എന്താ ടോപ്പ് ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്, ടോപ്പ് ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്. സംഭവം പിടികിട്ടുന്നുണ്ടോ? ഈ ഓരോ വരയുടെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇത് അങ്ങ് നല്ലതുപോലെ ടോപ്പ് റൈറ്റും ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ വലത്ത് വശവും ഇടത് വശവും അല്ലേ, വലതും ഇടതുമാണ്. അത് ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ ഇടത്ത് വശവും, ഇത് മുകളിൽ വലത്ത് വശവും എന്നൊക്കെ അതിനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ടോപ്പ് റൈറ്റും ലെഫ്റ്റും ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അറിയാമേ കേട്ടോ. എന്താ റൈറ്റ് എന്ന് വെച്ചാൽ വലത്താണ്, ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇടത്താണ് കേട്ടോ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ എന്നാൽ എന്ത്? കറസ്പോണ്ടിങ് ആംഗിളുകൾ അല്ലെങ്കിൽ സമാന കോണുകൾ എന്ത് കുഞ്ഞുങ്ങളെ? ഈ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണാതെ അങ്ങ് പഠിക്കണം. അത് നോക്കിക്കേ, നമ്മൾ നേരത്തെ വരയ്ക്കുന്ന പോലെ സമാന കോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ 20 അല്ലേ, ഇത് ഈ എന്താ ടോപ്പ് ലെഫ്റ്റ് അല്ലേ, ഇത് ടോപ്പിൻ്റെ ഇടത് ഭാഗം, അതായത് ഈ വരയുടെ ഇടത് ഭാഗത്തിൻ്റെ മുകൾ 20 ആണെങ്കിൽ അതിൻ്റെ താഴത്തെയും മുകൾ 20 ആയിരിക്കുമെന്ന് മനസ്സിലായോ? എന്താണ്, ഒരേപോലെ സമാന കോണുകളായിരിക്കുമെന്ന്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നോക്കിക്കേ, എന്താ ടോപ്പ് ഇത് വരയുടെ വലതുവശമല്ലേ, അപ്പം ടോപ്പ് റൈറ്റും എന്താ അതിൻ്റെ തൊട്ട് താഴത്തെ ടോപ്പ് റൈറ്റും ഒരുപോലെ ആയിരിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്താണ്, ഇവിടെ നോക്കിക്കേ, ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്, ടോപ്പ് റൈറ്റ്, ഇതെന്താ ബോട്ടം ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്. അത് വെച്ചാൽ സമാനമാണ്, ഒരുപോലെ ആയിരിക്കുമെന്ന് കേട്ടോ. അപ്പം ഇതെന്താണ്, ബോട്ടം റൈറ്റ്, ബോട്ടം റൈറ്റ് എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇത് നിങ്ങളിപ്പം ഞാനിങ്ങനെ പറയുന്നെങ്കിലും കണക്കിലോട്ട് കയറുമ്പോഴാണ് ഇവിടെ ഡൗട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ വര മാത്രം ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതായത് എപ്പോഴും ബോട്ടവും ടോപ്പും ഒക്കെ ഒരേപോലെ വരത്തുള്ളൂ. അത് എവിടാണെന്ന് നോക്കണേ, മുകളിലാണോ താഴെയാണോ എന്ന് നമുക്ക് ഉറപ്പ് വേണം കേട്ടോ, എങ്കിലേ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതങ്ങ് നല്ലപോലെ എഴുതി പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നോക്കിയിരുന്നാൽ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം അറിയാമെന്ന്. പക്ഷേ 2-3 കണക്കുകൾ ഇതിൻ്റെ വേറെ രീതിയിൽ തരുമ്പോൾ നമുക്കിത് ഡൗട്ട് ചെയ്യും, ഇത് മേളിലാണോ താഴെയാണോ എന്ന് നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു കണക്കും ചെയ്ത് തന്നെ പഠിക്കണം. ഇതൊരു പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? മറ്റേത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലേ? ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മറു കോണുകളാണ്. മറു എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് അല്ലേ? മറു കോണുകൾ എന്താ? ടോപ്പ് റൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ആരായിരിക്കും? മറു കോൺ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ? ബോട്ടം ലെഫ്റ്റ് ആണ്. ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇത് എഴുതി തന്നെ നോക്കണം കേട്ടോ. ഇതെന്തു പോയി ചന്ദ്രക്കലയൊക്കെ ഇട്ട് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കല്ലോ കേട്ടോ. ഇതെന്താണ്? ഇത് നോക്കി എഴുതി തന്നെ, കണക്കെപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കണക്ക് ചെയ്ത് തന്നെ, മലയാളം അതുപോലെ കേട്ടോ, എഴുതി തന്നെ പഠിക്കണം. പകുതി എണ്ണത്തിനും വള്ളിയും പുള്ളിയൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. നല്ലത് പോട്ടെ. എന്താ ആൾട്ടർനേറ്റീവ്? നോക്കൂ നിങ്ങളെ, ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? അതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളിത് നോക്കി തന്നെ ഇത് കണ്ടോ? ഇത് നോക്കിക്കേ. ബോട്ടം ലെഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ടോപ്പ് റൈറ്റ്. ഇവിടെ ടോപ്പ് ലെഫ്റ്റിൻ്റെ എതിരാലായ ബോട്ടം റൈറ്റ്. അതുപോലെ ബോട്ടം റൈറ്റിൻ്റെയോ ടോപ്പ് ലെഫ്റ്റ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ എന്താ പറയുന്നത്? അല്ലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ മറുകോണല്ലെന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇച്ചിരി സമയമെടുത്തൊക്കെ പഠിപ്പിച്ചതായി. ഇപ്പം ഞാൻ സ്പീഡിൽ പോവാണ്. നോക്ക്, അടുത്ത കോ ഇൻറ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ ആംഗിൾ. ഇവിടെ കാണുമ്പോഴേ നമുക്കറിയാം അകത്തുള്ളത് ആരാണ്. ഇവിടെ ഇത്ര ഇടമാണ് അകത്ത് അല്ലേ? അപ്പം ഇവിടുത്തെ ഈ സൈഡും കേട്ടോ, ഈ സൈഡൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം എന്നാണ് പറയുന്നത്? 180 ഡിഗ്രി വരണം. അകത്തെ 2 കൂടെ കൂട്ടുമ്പോൾ ഈ റൈറ്റ് സൈഡ് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡൂടെ കൂട്ടുമ്പോഴും നമുക്ക് എന്ത് വരണം? 180 വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 2 കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇത് 2 കൂടെ കൂട്ടുമ്പോഴും ഇൻറ്റീരിയർ ആണ്, അകത്തുള്ള 2 കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയറോ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? മുകളിലുള്ള ഇതുകൂടെ കൂട്ടുമ്പോഴും എന്ത് വരണം? എന്താവും നിങ്ങളെ? 180 വരണം. മനസ്സിലായോ? കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും ഒക്കെ മിക്കതിനും തെറ്റുന്നതുകൊണ്ടാണ് ഇതുപോലെ വരച്ച് തന്നെ കാണിച്ചത്. ഇത് നിങ്ങൾ പേപ്പർ എടുത്ത് മൊബൈലിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. പേപ്പർ എടുത്ത് വരച്ച് തന്നെ പഠിക്കണം. നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്ന് എനിക്കറിയാം. എന്നാലും ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആയിരിക്കും. ക്ലിയർ. ഇനി നമുക്ക് നോക്കിക്കേ പാരലോഗ്രാമിനെ കുറിച്ച് കേട്ടോ. എന്താണ് അതായത് സമാന്തരമായ 2 വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ, മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? സമാന്തരമായ 2 വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവും വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവുമാണ്. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ആയിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വെച്ചേക്കണം കേട്ടോ. പോസ് ചെയ്തിട്ട് എഴുതി വെക്കുമല്ലോ. ഓക്കെ. സമാന്തരമായ 2 വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ, മനസ്സിലായോ? എന്താവും ഞങ്ങളെ നോക്കിയേ, സമാന്തരമായ 2 വര കണ്ടോ? ഇതിനെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ കണ്ടോ ഉണ്ടാകുന്ന കോണുകൾ ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ഇവിടുത്തെ ചെറുത് ഏതാ കുഞ്ഞ്? ഇത് 2 അല്ലേ? ഇതുമാണ് ഇവിടുത്തെ ചെറിയ കോൺ. അതിൻ്റെ 2ൻ്റെയും അളവ് 1 ഇവിടുത്തെ വലിയ വര ഏതാ? ഇതും ഇത് 2 ഒരേ അളവാണ്. അതായത് ഈ ചെറിയ കോണും വലിയ കോണും കൂടി കൂട്ടിയാൽ, നമ്മൾ പറഞ്ഞേ ഇത് 2 കൂടെ കൂട്ടിയാൽ എത്ര വരണം? 180. ഇത് 2 കൂടെ കൂട്ടിയാൽ എത്ര വരണം? 180. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വിശാലമായിട്ട് എഴുതി വെച്ചതാണ് കേട്ടോ. കറസ്പോണ്ടിങ്ങിൻ്റെ സെയിം പോസ് എഴുതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ പ്രധാനപ്പെട്ടതിലോട്ട് കയറാം കുഞ്ഞേ. അടുത്തത് പാരലോഗ്രാമിനെ കുറിച്ചാണ്. ഇതെല്ലാം ഓക്കെ ആണല്ലോ? ഇതെല്ലാം പറഞ്ഞല്ലോ. ഓക്കെ. നോക്കൂ നിങ്ങളെ, അടുത്ത നമ്മൾ പാരലോഗ്രാം അല്ലെങ്കിൽ പാരലലോഗ്രാം എന്നാണ് കേട്ടോ വായിക്കാറിയണേ. സാമാന്ത്രികം എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ? അതായത് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കത്തില്ലേ, ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ച് വെക്കുന്നതാണ് പാരലോഗ്രാം.
ഇത് എന്തുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡുകൾ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഞാനൊരു 8 സെൻറ്റിമീറ്ററാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 3 സെൻറ്റിമീറ്ററാണ് പറയുന്നതെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകത. നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോഴും എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. പിന്നോ അതായത് നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഇത് തന്നെ. പക്ഷേ പാരലോഗ്രാം എന്താ, ഇച്ചിരി ചരിഞ്ഞിരിക്കുക. എന്താ അവിടെ ആംഗിൾ, റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ 4 വശവും എന്തായിരിക്കും നോക്കൂ നിങ്ങളെ, 4 വശവും നമുക്ക് 90 ഡിഗ്രിയാണ് പറയുന്നത് അല്ലേ, കാരണം അവർ നേരെയായിരിക്കുന്നത്. ഇവിടെ എല്ലാം എന്താണ്, 90 ഡിഗ്രിയാണ് പറയുന്നത് ആണല്ലോ. പക്ഷേ പാരലോഗ്രാം എന്താണ്, ഇവിടെ 60 ആണെങ്കിൽ കേട്ടോ, ഇവിടെ എത്ര ആയിരിക്കും എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ അറിയും ഒരു പാരലോഗ്രാമിൻ്റെ മെഷർ, എങ്ങനെ അറിയും കുഞ്ഞുങ്ങളെ? പാരലോഗ്രാമിനെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും പറയാമോ? കുറച്ചുകൂടെ എളുപ്പവഴിയുള്ളൊരു പേപ്പർ ഞാൻ കണ്ട നോക്കൂ കുഞ്ഞുങ്ങളെ. പാരലോഗ്രാം അല്ലെ സമാന്തരികം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ലൈനെ കുറച്ചുകൂടെ അങ്ങോട്ട് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ടാണല്ലോ ഈ 90 ഡിഗ്രി എടുത്തത്. ആ 90 ഡിഗ്രി തന്നെ എന്ത് ചെയ്യുക, ഇവിടെ എടുക്കുക. അല്ല 100 അല്ലേ എടുത്തത്, 100 ആകുമ്പോൾ ആ 100 തന്നെ എന്ത് ചെയ്യുക, ഇവിടെ എടുക്കുക. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ, ഇവിടെ 80 ആയിരിക്കും. ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ്, ഈ ലൈൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യും അല്ലേ, 180 കേട്ടോ. അല്ല മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇതിങ്ങോട്ട് പോകുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുക കേട്ടോ. നിങ്ങൾക്കൊരു പാരലോഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് അഥവാ ഇത് എങ്ങനെയൊക്കെയാണ് ഡൗട്ട് അടിച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നോക്കൂ നിങ്ങളെ. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 100. എന്തുകൊണ്ടാണ്, എന്താ നോക്കൂ നിങ്ങളെ, ഇവിടെ 100 ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 80 ആയിരിക്കും ഇല്ലയോ. 180 അല്ലേ ഒരു ലൈൻ. നോക്കിയേ, ഒരു ലൈനെ മുറിച്ച് വേറെ ലൈൻ പോകുമ്പോൾ അതിൻ്റെ എത്രയാണ്, 180 ആണ്. അപ്പോൾ ഇവിടെ 100 ആകുമ്പോൾ എന്താ, ഇവിടെ 80 ആണ്. ഇനി നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ 80 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. പിടികിട്ടിയാ? അങ്ങനെ ആകുമ്പോൾ ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ, അല്ല പിടി കിട്ടിയോ ഒന്നും കൂടെ പറയാം. ഇവിടെ നമുക്ക് ഈ ലൈനിലെ നമ്മൾ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ, കുറച്ചും കൂടി ഇതിനെ നീട്ടി ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ. ഒന്ന് വരച്ചെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ബുക്കല്ലേ കണ്ടേ, ഇങ്ങനെ വരച്ചെന്ന് വെച്ചു. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് എന്താണ്, ഇവിടെയും 60 ആയിരിക്കും ഇല്ലേ. ഇനി നോക്കിയേ, ഒരു ലൈനെ നോക്കിയേ, ഈ ഒരു ലൈനെ ഇത് മുറിച്ച് ലീനിയർ പെയറാണ്. 60 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ, 120 ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം. ഓക്കെ ആണോ? ഇനി ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര കുഞ്ഞുങ്ങളെ, 60 ആയിരിക്കും കേട്ടോ. എത്ര, 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര, 120. ഇത്രയേ ഉള്ളൂ. ഇതാണ് പാരലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികം. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. നോക്കൂ നിങ്ങളെ. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ മെഷർ എപ്പോഴും എത്രയാണ്, 360 ആണ്. അത് മറക്കല്ലേ. നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 360 കിട്ടുന്നുണ്ടോ, ഉണ്ടാവും ഞങ്ങളെ. 120ഉം 60ഉം 180 അല്ലേ. 180ഉം 120ഉം എത്ര, 180ഉം 120ഉം 300 അല്ലേ. 300ഉം 60ഉം 360 കിട്ടുന്നില്ലേ. അകത്തെ എല്ലാം കൂടെ കൂട്ടും, 4 വശവും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? കാരണം എന്താ, 4 സൈഡ് അല്ലേ. 4 സൈഡ് ഉള്ളതിൻ്റെ നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്നത് എത്ര, 4 സൈഡ് ഉള്ളതിന് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, വേറൊരെണ്ണം തന്നു. ഇവിടെ ഒരു സൈഡ് പാരലോഗ്രാമിൻ്റെ ഒരു സൈഡേ തന്നിട്ടുള്ളൂ, 60. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ, 60 ആണല്ലോ. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ, പെട്ടെന്ന് ഓർത്തോണം, എത്ര, 120 ആണ്. എന്തുകൊണ്ടാണ് അവിടെ 120 വന്നേ, എന്തുകൊണ്ടാണ് ഞങ്ങളെ, ഇവിടെ ലീനിയർ പെയറാണ് അല്ലേ. ഇത് മുകളിൽ 60 വന്നാൽ ഇവിടെയും മുകളിൽ 60 ആണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും 120. അപ്പോൾ ഇത് 3ഉം കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 360 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഇതാണ് പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിൻ്റെ മെഷർ എപ്പോഴും 360 ആയിരിക്കും. മറക്കത്തില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് 360. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ടെസ്റ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുമെന്നാ
ഇത് കൂടുതൽ ആലോചിക്കേണ്ട. എന്ത് ചെയ്യണം, ഇതിൻ്റെ കണ്ടോ ഈ നടുക്കൂടെ നമുക്കൊരു ഇത് ക്വസ്റ്റ്യൻ ആട്ടോ. നടുക്കൂടെ ഇങ്ങനെ ഒരു ലൈൻ പോയാൽ നോക്കിക്കേ, നടുക്കൂടെ ഒരു ലൈൻ പോയാൽ എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ എപ്പോഴും ഓർത്തോണം. വേണ്ടേ ഇവിടെ എത്ര, ഇവിടെ 40 അല്ലേ. അപ്പോൾ ഓർത്തോണം ആ ലൈനിൻ്റെ ഓപ്പോസിറ്റും ആ മെഷറായിരിക്കും. ഇത് നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇതിലേക്കൂടെ ഒരു ലൈൻ, നേരെ ഒരു ലൈൻ വരയ്ക്കാൻ പെൻസിൽ വെച്ചായിരുന്നു വരച്ച്. മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ലൈനെ നേരെ നടുക്കൂടെ സ്കെയിൽ വെച്ചൊരു വര വരയ്ക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ. അപ്പോൾ ഈ 50ൻ്റെ ഓപ്പോസിറ്റ് എത്ര? 50. അപ്പോൾ ഇവിടുത്തെ മെഷർ മൊത്തം എത്ര വരും? 90 ഡിഗ്രി വരും ഇവിടുത്തെ മെഷർ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അതായത് ഈ ലൈനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും, ഇതിവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 80 ആണെങ്കിൽ ഓപ്പോസിറ്റ് 80 ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് എപ്പോഴും, അത് നിങ്ങളങ്ങ് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓപ്പോസിറ്റ് എപ്പോഴും എന്താ? ഈക്വൽ ആയിരിക്കും എന്നും. നമ്മളിനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് ട്രയാങ്കിൾ. എന്തോ കുഞ്ഞുങ്ങളെ, ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡ് ഉണ്ട് അല്ലേ? 3 സൈഡ് 3 കോർണർ ഇല്ലേ? അതിനെക്കുറിച്ച് ട്രയാങ്കിളിനെ കുറിച്ച് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒട്ടും അറിയാൻ വയ്യാത്തവർ കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണക്കിലോട്ട് കയറാം. നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് നമുക്ക് ഇതങ്ങ് ചെയ്യാം. നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആണെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 60 ഉണ്ട്, ഇവിടെയും 60 ഉണ്ട്. അതായത് ABC എന്ന് പറയുന്ന 3 വശങ്ങൾ അല്ലേ, 3 കോർണർ. ഓക്കെ, ABC. ഇതിലെ ആംഗിൾ A 60, ആംഗിൾ B എത്രയാണെന്ന് എനിക്കറിയില്ല, ആംഗിൾ C 60. എന്താ ഞാൻ ആദ്യമേ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും 180 ആണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞെ. 180യിൽ നിന്നും എന്ത് ചെയ്യണം? 180 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉണ്ട്. 180യിൽ നിന്നും ഈ തന്നിരിക്കുന്ന രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 60 + 60 എത്ര? 120 ആണ്. 120 കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് എത്ര വേണ്ടുന്നത്? 180 വേണ്ടുന്നത്. അപ്പോൾ 180ൽ 120 പോയാൽ ബാക്കി 60 വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര? 60. അതായത് ഈ അകത്തെ ആംഗിളുകൾ, പാരലോഗ്രാം ആണെങ്കിൽ അകത്തെ ആംഗിളുകൾ 4 വശവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 വരണം. അത് കാണാതെ പഠിച്ച് വെച്ചേക്കണം. എന്നാൽ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണമാണെങ്കിൽ അതിൻ്റെ അകത്തെ വശം എപ്പോഴും എത്ര? 180 ആയിരിക്കും. ലീനിയർ പെയറും 180 ആട്ടോ. ഈ 180 എന്ന് പിടിവിടല്ലേ. എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ മെഷർ എപ്പോഴും 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, നോക്കിക്കേ, ഈ ഒരു വശം മാത്രമേ തന്നിട്ടുള്ളൂ. ചേട്ടാ, ബാക്കി 2 വശം നമ്മൾ എങ്ങനെ കാണും? ഒന്നും ആലോചിക്കണ്ട. അതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട പോലെ കൊടുത്തേക്കുന്ന കണ്ടോ നിങ്ങളെ? കട്ട. അതിൻ്റെ അർത്ഥം എന്താ? അത് പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ അല്ലേ, ലംബം. എത്ര? 90 ആണ് കേട്ടോ. അത് നിങ്ങളെ ചെക്ക് ചെയ്യാൻ ചോദിക്കുവേ. 90 ആണ്. അപ്പോൾ ഇവിടെ 90 കിട്ടി, 30 കിട്ടി. എത്ര ആവും? 90 30 120 അല്ലേ? ഇപ്പോൾ എത്ര കിട്ടി? 120 നമുക്ക് കിട്ടി. നമുക്ക് എത്ര വേണ്ടുന്നത്? 180 അല്ലേ വേണ്ടുന്നത്? 180ൽ നിന്ന് 120 പോയാൽ ബാക്കി എത്ര ആണ്? 60 അല്ലേ? ഇവിടെ എത്ര വരും? 60. ഇങ്ങനെ എളുപ്പം അല്ലേ? എളുപ്പമാണോ? നേരെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു വശം മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നോക്കാതിരിക്കല്ലേ കുഞ്ഞുങ്ങളെ. നേരെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്നാണ് കേട്ടോ. അപ്പം ഇവിടെ 30 തന്നു 90 തന്നെങ്കിൽ ട്രയാങ്കിളിൻ്റെ അകത്തെ എപ്പോഴും 180 ആണെന്ന് ഓർത്തോണം കേട്ടോ. അതാണ്ട് ഈ മോഡലിലൊക്കെ ഇത് ചെയ്ത് സ്റ്റെപ്പ് വെച്ച് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇത് എളുപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നോക്കിക്കേ, ഞാൻ ഇങ്ങനെ തരും ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ 50 ആണ്, ഇവിടെ എത്ര ആണെന്ന് അറിയത്തില്ല എന്ന്. എത്ര കുഞ്ഞുങ്ങളെ? എത്ര ആയിരിക്കും? ഇതിനൊരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് വരച്ച രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? നമ്മളിതിനെ ട്രയാങ്കിൾ ഫോമിലോട്ട് അങ്ങ് മാറ്റാൻ അവർ പറയുന്നത്. ഇതിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 ആണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും എത്രയാണ്? 180 ആണ് ആണല്ലോ. 180ൽ നിന്നും ഈ 50 അങ്ങ് കുറയ്ക്കണം. 180ൽ നിന്ന് 50 കുറച്ചാൽ എത്ര? 130 ആണ് അല്ലേ? 130 130. 130 എന്ത് ചെയ്യണം? ഈ വര താപ്പോട്ട് ഇങ്ങി വരയ്ക്കണം. കണ്ടോ, അവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ?
അപ്പം ഇതിനകത്തിലെ വലിയ വശം ഏതാ ചെറിയ വശം ഏതാ നോക്കിയിട്ട് ഇവിടെയാണ് വലിയ വശമായിട്ട് തോന്നുന്നെങ്കിൽ അവിടെ വലിയ സംഖ്യ എഴുതുക, ഇവിടെയാണ് വലുതെന്ന് കേട്ടോ. അത് നിങ്ങളുടെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇതിനെ എന്താണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ട്രയാങ്കിളിലോട്ട് മാറ്റാനാണെങ്കിൽ 180യിൽ നിന്നും തന്നിരിക്കുന്ന ആ സൈഡ് എത്ര ആണോ അതങ്ങ് കുറയ്ക്കുക. എത്രയാണ്? 8 × 5 പോലെ എത്ര കുഞ്ഞുങ്ങളെ? 3 അല്ലേ? ബാക്കി 1, 130 ഇവിടെ വരുന്നത്. ആ 130നെ നമ്മൾ എന്ത് ചെയ്യണം? തുല്യമായിട്ട് ഇവിടെ 70ഉം 60ഉമായിട്ട് ഞാൻ വിധിച്ചു, അല്ലെങ്കിൽ 60ഉം 70ഉം തിരിച്ചായാലും മതി. എന്നിട്ട് വെളിയിൽ ഏതാണോ എഴുതിയത് അതിനെ എടുത്ത് അകത്ത് ഇടുക. കേട്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല കുഞ്ഞെ. ഒരു ട്രയാങ്കിളിൻ്റെ മെഷറിനെ കുറിച്ചും അതുപോലെ നമ്മൾ പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണെന്നും ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് 30 മിനിറ്റോളമായി. ഒരുപാട് സ്പീഡിൽ എത്രത്തോളം സ്പീഡിൽ പോകുക അത്രത്തോളം സ്പീഡിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഈ ചാപ്റ്ററിൽ ഇത്രയേലും മിനിമം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇടാം കേട്ടോ. മനസ്സിലായില്ല, ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോ കേട്ടോ. ഓക്കെ, താങ്ക് യു.